അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. നമ്മുടെ അറബിക് ലാംഗ്വേജ് ലേണിംഗ് ക്ലാസ്സിൻ്റെ 23ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. ഇനി നമ്മുടെ ക്ലാസ് പരിശുദ്ധ റമദാൻ കഴിഞ്ഞതിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. റമദാനിൽ ഗ്രാമർ ക്ലാസ് ഉണ്ടായിരിക്കുന്നതെല്ലാം നാമുഖമായി അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫഇലു നഹി എന്ന ഫഇലു നഹി അഥവാ നിരോധന ക്രിയ, അരുത് എന്ന് പറയുന്ന ക്രിയ, പ്രോഹിബിറ്റീവ് വെർബ് എന്നാണ്. നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സിൽ പഠിച്ചത് നിഷേധക്രിയ, നെഗറ്റീവിനെ കുറിച്ചാണ്. പ്രസൻറ്റ് ടെൻസിനെ നെഗറ്റീവ് ആക്കുവാൻ അതിൻ്റെ മുമ്പിൽ ലാ, ലന്ന്, ലമ്മ് എന്നീ അവ്യയങ്ങൾ ചേർത്താൽ മതി എന്നുള്ള കാര്യം കഴിഞ്ഞ 3 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വളരെ സുപ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളാ പഠിച്ച പ്രസൻറ്റ് നെഗറ്റീവിൻ്റെ 3 അവ്യയങ്ങളിൽപ്പെട്ട ലാ എന്നുള്ള അവ്യയത്തിന് മറ്റൊരു ധർമ്മവും കൂടിയുണ്ട്. അതെന്താണ്? വെറും പ്രസൻറ്റിനെ നെഗറ്റീവ് ആക്കലല്ല, അത് ഒരു മുളാരിയായ ക്രിയയെ നിരോധനക്രിയ, ഫഇലു നഫി, നിരോധനം എന്ന് പറഞ്ഞാൽ പാടില്ല, അരുത് എന്ന് പറയുന്ന ക്രിയ ആക്കുവാൻ, പ്രോഹിബിറ്റീവ് വെർബാക്കുവാൻ അത് ഉപയോഗിക്കും. ഉദാഹരണം, ലാ യഫ്അൽ, ലാ യഫ്അൽ. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് പ്രസൻറ്റ് നെഗറ്റീവ് അല്ല, ഇത് നിരോധിക്കുകയാണ്. ഹി എ മാൻ ഷുഡ് നോട്ട് ഡു, അവൻ ഒരു പുരുഷൻ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റതും ഇത് മനസ്സിലാക്കാനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ നിരോധനക്രിയൻ്റെ ലാ പ്രസൻറ്റ് ടെൻസിൻ്റെ മുമ്പിൽ വന്നാൽ അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ജസ്മ്, സുക്കൂൻ ചെയ്യും. മറ്റേ ലാ വന്നാൽ മുളാരിയിൽ ഒരു മാറ്റവും ഉണ്ടാക്കുകയില്ല. അതേമാതിരി തന്നെ മുളാരിയായ ക്രിയ അങ്ങനെ തന്നെയാണ് അത് പറയുക. അത് നമ്മൾ പഠിച്ചതാണ് 20ാമത്തെ ക്ലാസ്സിൽ. ലാ യഫ്അലു, ലാ യഫ്അലാനി, ലാ യഫ്അലൂന, ലാ തഫ്അലു, ലാ തഫ്അലാനി, ലാ യഫ്അൽന, ലാ യഫ്അലു, ലാ യഫ്അലാനി, ലാ യഫ്അലൂന, ലാ തഫ്അലീന, ലാ തഫ്അലാനി, ലാ തഫ്അൽന, ലാ അഫ്അലു, ലാ നഫ്അലു. അതൊരു മാറ്റം ഉണ്ടാവില്ല. ഇതല്ല, ലാ വന്നാൽ ലാമിൽ മുളാരിയ ക്രിയയുടെ അവസാനം സുക്കൂൻ ചെയ്യും. അപ്പോൾ ആ സുക്കൂൻ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഇത് നിരോധനക്രിയയാണ്. ഇത് മുളാരിയായ ക്രിയയിൽ വരുന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ 3 സ്ഥലങ്ങളിൽ മുളാരിയായ ക്രിയൻ്റെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യും, ജസ്മ് ചെയ്യും. ഒന്ന്, ലാ യഫ്അൽ ഹുവ, അവൻ ചെയ്യരുത്. 2, ലാ തഫ്അൽ ഹിയ, അവൾ ചെയ്യരുത്. ഇത് രണ്ടും തേർഡ് പേഴ്സണാണ്. 3ാമത്തത് സെക്കൻഡ് പേഴ്സണാണ്, അൻത. ലാ തഫ്അൽ, നീ ഒരു പുരുഷൻ ചെയ്യരുത്. ഇതൊക്കെ ഓരോ വാചകത്തിൽ വരുന്നതിനനുസരിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലമ്മ് ഉപയോഗിച്ചപ്പോൾ മുളാരിയ ക്രിയൻ്റെ അവസാനം സുക്കൂൻ ചെയ്യുമെന്ന് പറഞ്ഞു. ലന്ന് ഉപയോഗിച്ചപ്പോൾ മുളാരിയ ക്രിയൻ്റെ അവസാനം ഫത്ഹ് ചെയ്യും, നസ്ബ് ചെയ്യുമെന്ന് പറഞ്ഞു. അതെല്ലാം 5 അക്ഷരങ്ങൾക്കായിരുന്നു. ഇവിടെ 3 അക്ഷരാവാൻ കാരണം ഫസ്റ്റ് പേഴ്സണിൽപ്പെട്ട ഞാൻ, ഞങ്ങൾ എന്നുള്ളത് ഇതിൽ വരില്ല. ഞാൻ എന്നോട് ചെയ്യരുത് എന്ന് പറയരുത്, നമ്മൾ ചെയ്യാതിരുന്നാൽ മതി. നമ്മളോട് ചെയ്യരുത് എന്ന് പറയില്ല, നമ്മൾ ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ ആ പ്രയോഗമല്ല, ഫസ്റ്റ് പേഴ്സൺ ഇതിൽ വരില്ല. അതുകൊണ്ടാണ് 2 കുറഞ്ഞത്. ഓക്കെ. അപ്പോൾ അത് ഈ ലാ ഫോർ പ്രോഹിബിറ്റേഷനുള്ള ലാ വന്നാൽ അത് വരുന്ന ചേഞ്ചസ്, ഒന്ന് മുളാരിയ ക്രിയൻ്റെ അവസാനത്തെ അക്ഷരത്തിന് 3 സ്ഥലങ്ങളിൽ സുക്കൂൻ, പിന്നെ 7 സ്ഥലങ്ങളിൽ ക്രിയയുടെ അവസാനത്തെ അക്ഷരത്തിലുള്ള നൂനിനെ കളയും. അത് നമ്മൾ ലമ്മ് വെച്ചപ്പോഴും 7 സ്ഥലങ്ങളിൽ കളഞ്ഞിട്ടുണ്ട്, ലന്ന് വെച്ചപ്പോഴും 7 സ്ഥലങ്ങളിൽ കളഞ്ഞിട്ടുണ്ട്. അതേ സ്ഥലങ്ങളിൽ തന്നെയാണ് ഇതും നൂനിനെ കളയുന്നത്. ഒന്ന്, ലാ യഫ് അലാ ഹുമ, അവർ 2 പുരുഷന്മാർ ചെയ്യരുത്. ലാ തഫ് അലാ ഹുമ, ഫീമെയിൽ, അവർ 2 സ്ത്രീകൾ ചെയ്യരുത്. 3, ലാ തഫല, സെക്കൻഡ് പേഴ്സണാണ്,
അന്തുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ ചെയ്യരുത്. 4 ലാ തഫല അന്തുമ ഫീമെയിൽ നിങ്ങൾ രണ്ട് സ്ത്രീകൾ ചെയ്യരുത്. 5 ലാ തഫലി അന്തി ഫീമെയിൽ നീ ഒരു സ്ത്രീ ചെയ്യരുത്. 6 ലാ യഫലു ഹും അവർ പുരുഷന്മാർ ചെയ്യരുത്. 7 ലാ തഫലു അന്തും നിങ്ങൾ പുരുഷന്മാർ ചെയ്യരുത്. അപ്പോൾ ഈ 7 സ്ഥലങ്ങളിൽ നൂനിനെ കളയും എന്നുള്ളതാണ്. പക്ഷെ 2 സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ലന്നും ലമ്മും വന്നപ്പോൾ നൂനിന് ഒന്നും സംഭവിക്കൂല. അത് ഹുന്ന ഫീമെയിൽന ലാ യഫ് അൽന അവർ സ്ത്രീകൾ ചെയ്യരുത്. ലാ തഫൽന അന്തുന്ന ഫീമെയിലിൻ്റെ പ്ലൂറലാണ്. നിങ്ങൾ സ്ത്രീകൾ ചെയ്യരുത് അവർ നൂനൊന്നും സംഭവിക്കൂല. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് സർഫാക്കി പറയുകയാണെങ്കിൽ ലാ യഫ് അൽ ലാ യഫ് അലാ ലാ യഫ് അലു ലാ തഫ് അൽ ലാ തഫ് അലാ ലാ യഫ് അല്ല. അത് തേർഡ് പേഴ്സൺ. ലാ തഫൽ ലാ തഫല ലാ തഫലു ലാ തഫലി ലാ തഫല ലാ തഫൽന സെക്കൻഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ലാ അഫ് അൽ ഞാൻ ചെയ്യരുത് എന്ന് ഞാൻ അത് രണ്ടും ഇതിലില്ല. ഫസ്റ്റ് പേഴ്സണിൽ 2 എണ്ണം ഈ നിരോധന ക്രിയയിൽ ഫീല് നെഹിയിൽ ഉണ്ടാവില്ല. അപ്പം 4 4 8 14 എണ്ണത്തിൽ 6 6 12 എണ്ണം ഉണ്ടാവുള്ളൂ. ഇനി ഇതിന് ഖുർആൻ എന്നുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഒന്നാമത്തെ ലാ യഫൽ മോഡൽ, ആ മോഡൽ ഖുർആനിൽ എവിടെയാണ് വന്നത് എന്നുള്ളതാണ്. 49-ാം അധ്യായം സൂറത്ത് ഹുജറാത്തിലെ 11-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം ഓ സത്യവിശ്വാസികളെ നിങ്ങളിൽപ്പെട്ട ഒരു സമൂഹം ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത്. സഹറ യസ്ഖറു എന്ന് പറഞ്ഞാൽ പരിഹസിച്ചു എന്നാണ്. ലാ യസ്ഖർ എന്ന് പറഞ്ഞാൽ അവൻ പരിഹസിക്കരുത് എന്നാണ്. അവൻ പരിഹസിക്കരുത് ഇവിടെ ഒരു സമൂഹത്തെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ യസ്ഖർ റാക്ക് എന്തുകൊണ്ട് സുക്കൂൻ വന്നു എന്ന് ചോദിച്ചാൽ ഗ്രാമർ അറിയുന്ന ഒരാൾ പറയും അവിടെ ലാ നെഹീൻ്റെ ലാ വന്നിട്ടുണ്ട് മുമ്പിൽ, അതുകൊണ്ട് അവിടെ സുക്കൂനാണ്. ഞാൻ അവിടെ ഹർക്കത്തൊന്നും ഇട്ടിട്ടില്ലെങ്കിലും ഗ്രാമർ അറിയുന്ന ഒരാൾ യസ്ഖർ എന്ന് മാത്രമേ അവിടെ വായിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ ഹർക്കത്തില്ലാത്ത വരയും കുറിയില്ലാത്ത ബുക്കുകൾ വായിക്കാൻ പറ്റുക. അതുകൊണ്ട് നിങ്ങളതിന് സീരിയസ് ആയിട്ട് അത് പഠിക്കാം. ലാ യഫൽ ലാ യഫല ലാ യഫലു യഫലു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ലാ യഫലു. അത് 7-ാം അധ്യായം ആറാഫിലെ 169-ാമത്തെ വചനത്തിൽ കാണാം. അലം യുഖദ് അലൈഹിം മീസാഖുൽ കിതാബി അല്ലാ യഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്. വേദക്കാരോട് പറയാണിത്. അലം യുഖദ് അലൈഹിം അവരിൽ നിന്ന് വാങ്ങിയിട്ടില്ലേ മീസാഖുൽ കിതാബി വേദഗ്രന്ഥത്തിൻ്റെ ഉടമ്പടി. എന്താണ് അവരുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞത്? അല്ലാ യഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ് അള്ളാഹിൻ്റെ പേരിൽ സത്യമല്ലാത്ത കാര്യങ്ങൾ പറയരുത്. ലാ യഖൂലു ഖാല പറഞ്ഞു യഖൂലു പറയുന്നു. യഖൂലു യഖൂലാനി യഖൂലൂന എന്നായിരുന്നു. ലാ വെച്ചപ്പോൾ നൂനട് പോയി ലാ യഖൂലു എന്നായി മാറി. അവർ പറയരുത് കണ്ടോ, അരുത്, അതായത് നഹിയാണ്, പ്രോഹിബിറ്റേഷനാണ്. അവർ പറയരുത് അലല്ലാ അള്ളാഹുവിൻ്റെ മേൽ ഇല്ലൽ ഹക്ക ഹക്കല്ലാതെ. ഇപ്പോൾ യഖൂലൂനയുടെ നൂൻ പോകാൻ കാരണം ലാ വന്നതാണ്. ഇനി മൂന്നാമത്തത് ലാ യഫ് അൽന. നമ്മൾ ലാ യഫൽ ലാ യഫല ലാ യഫലു ലാ തഫൽ ലാ തഫല ലാ യഫൽന ഫീമെയിൽ പ്ലൂരൽ തേർഡ് പേഴ്സൺ. അവർ ചെയ്യരുത്. 65-ാം അധ്യായം തലാഖിലെ 1-ാമത്തെ വചനത്തിൽ കാണാം ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന വലാ യഖ്റുജ്ന. തലാഖ് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടതില്ല. ഇദ്ദയുടെ കാലഘട്ടം 3 മാസം. ഒന്നുകിൽ ഭർത്താവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അണ്ടറിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ അവർക്ക് താമസ സൗകര്യം ഭർത്താവ് ഒരുക്കി കൊടുക്കണം. അവരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത്. വലാ യഖ്റുജ്ന ഖറജയാണ് വെർബ് പാസ്റ്റ്. യഖ്റുജു പുറപ്പെടുന്നു. യഖ്റുജ്ന അവർ പുറപ്പെടരുത്. അവർ സ്ത്രീകൾ പുറപ്പെടരുത്. ആ വാക്ക് കേട്ടാൽ തന്നെ അറിയാം അത് ഫീമെയിൽ പ്ലൂരലാണ്. അറബിയിൽ ആ വാക്ക് കേൾക്കുന്ന അറബി അറിയുന്ന ആൾക്ക് അറിയാം അത് ഫീമെയിൽ പ്ലൂരലാണ്. അവർ സ്ത്രീകൾ പുറപ്പെടരുത്, വീട്ടിൽ നിന്നും പുറത്തു പോകരുത്. ഇനി സെക്കൻഡ് പേഴ്സൻ്റെ ഉദാഹരണം 4-ാമത്തത് ലാ തഫ് അൽ നീ ചെയ്യരുത് എന്ന മോഡൽ. അത് 17-ാം അധ്യായം ഇസ്രായേൽ 23-ാമത്തെ വചനത്തിൽ 2 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്.
ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ. മാതാപിതാക്കളിൽ ഒരാളോ രണ്ടുപേരോ പ്രായം ആധിക്യമുള്ളവരായി നിൻ്റെ അടുക്കൽ ഉണ്ടായാൽ ഫലാ തഖുൽ, നീ പറയരുത്. കാലയാണ് എൻ്റെ വെർബ്. കാല പറഞ്ഞു, യഖൂല് പറയുന്നു, തഖൂലു എന്നാണ് നീ പറയുന്നു. ലാ വെച്ചപ്പം ആ വാവ് കെട്ടായി. ലാ തഖുൽ, നീ പറയരുത്. ലഹുമ, അവരോട് ഉഫിൻ, ഛേ എന്ന വാക്ക് പറയരുത്. വലാ തൻഹർ, തൻഹർ എന്ന് ആട്ടി ഓടിക്കാനാ. നീ ആട്ടി ഓടിക്കരുത്. ഇതിൻ്റെ അവസാനത്തെ അക്ഷരത്തിനൊക്കെ സുക്കൂൻ കണ്ടോ? തൻഹർ, വലാ തഖുൽ, അതൊക്കെ നെഹീൻ്റെ ലാ വന്നതുകൊണ്ട് അത് സുക്കൂനായതാണ്. അവർ ആട്ടി ഓടിക്കരുത് എന്ന്. അപ്പോൾ രണ്ട് സ്ഥലത്ത് വന്നു ലാ തഫൽ മോഡൽ. ഇനി ലാ തഫൽ, ലാ തഫല, നിങ്ങൾ രണ്ടുപേർ ചെയ്യരുത്. രണ്ടാം അധ്യായം ബഖറയിലെ 35-ാം വചനം, വകുലാ മിന്നാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ, നിങ്ങൾ സ്വർഗീയ ആരാമത്തിൽ നിന്ന് സുഭിക്ഷമായി തിന്നുകൊള്ളുക എന്ന് ആദമിനോടോ അവ്വാവിനോടോ അള്ളാഹ് പറഞ്ഞു. പക്ഷേ വലാ തഖറബ, നിങ്ങൾ അടുക്കരുത്. ഖറുബ, അടുത്തു. യഖ്റുബു, അടുക്കുന്നു. അത് സർഫാക്കിയാൽ യഖ്റുബു യഖ്റുബാനി യഖ്റുബൂന തഖ്റുബു തഖ്റുബാനി യഖ്റുബുന തഖ്റുബു തഖ്റുബാനി. ആ തഖ്റുബാനിയാണ്. നിങ്ങൾ രണ്ടുപേരും അടുക്കരുത്. അപ്പം ലാ വന്നതുകൊണ്ട് ബാനി എന്നുള്ള നൂനോട് കട്ടായിപ്പോയി. തഖ്റുബാ, നിങ്ങൾ രണ്ടുപേരും അടുക്കരുത്. ഹാദിഹി ശജറ, ഈ മരത്തോട്. അപ്പോൾ ലാ തഫല മോഡലാണ്. പിന്നെ ലാ തഫലു മോഡൽ വന്നത് 3-ാം അധ്യായം ആലി ഇംറാനിലെ 130-ാം വചനത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലുർ റിബാ അദ്ആഫൻ മുളാഫ, ഓ സത്യവിശ്വാസികളെ, ലാ തഅകുലു, നിങ്ങൾ തിന്നരുത്, അർറിബ, പലിശ തിന്നരുത്, അദ്ആഫൻ മുളാഫൻ, ഇരട്ടികളായി തിന്നാൻ പാടില്ല. കുട്ടുപലിശയായി ഇരട്ടിയായി തിന്നരുത്. അവിടെ അക്കല തിന്നു, യഅ്കുലു തിന്നുന്നു, ഷർഫാക്കിയാൽ തഅകുലു തഅകുലാനി തഅകുലൂന, നിങ്ങൾ തിന്നുന്നു, മേലാണ്. അപ്പോൾ അത് ലാ വന്നതുകൊണ്ട് നൂന് കട്ടായി. ലാ തഅകുലൂ എന്നായി. ഉണ്ടോ? ലാ തഅകുലൂനല്ല, നൂന് കട്ടായിപ്പോയി. ലാ തഅകുലു. ഇതെല്ലാം ഇപ്പോൾ ലൈവാണ്, അത് ഖുറാനിലുള്ളതാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം ഖുറാനിൽ. അപ്പോൾ ഈ ഗ്രാമർ നമുക്ക് ഖുറാൻ പഠിക്കാൻ വളരെ യൂസ്ഫുള്ളാണ്. എന്തുകൊണ്ട് അക്കല യഅ്കുലു യഅ്കുലു തഅകുലു തഅകുലാനി തഅകുലൂന എന്നാണല്ലോ, നൂനെ കാണാനില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണക്കാരൻ ലായാണ്. അപ്പം അത് മനസ്സിലാക്കുക കേട്ടോ. ലായും, അതായത് നിരോധന ക്രിയൻ്റെ ലായും ലന്നും ലമ്മും വന്നാൽ മുളാരിയ ക്രിയേൻ്റെ 7 സ്ഥലങ്ങളിൽ നിന്ന് നൂനിനെ കട്ടായി പോകുമെന്നുള്ള കാര്യം അത് മനസ്സിലാക്കുക. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ടതുള്ളത്, ഈ നിരോധനത്തിൻ്റെ ലായും പിന്നെ നിഷേധക്രിയക്കുള്ള നെഗറ്റീവ് മീനിങ്ങുള്ള ലമ്മും, ഇത് രണ്ടും 5 മുളാരിയ ക്രിയേൻ്റെ ലാസ്റ്റ് സുക്കൂൻ ചെയ്യുന്ന ഇനങ്ങളിൽപ്പെട്ടതാണ്. ലാസ്റ്റ് സുക്കൂൻ ചെയ്യുന്നതാണ്. നെഗറ്റീവിൻ്റെ ലെന്ന് വന്നാൽ മുളാരിയ ക്രിയൻ്റെ ലാസ്റ്റ് ഫത്ത് ചെയ്യും 5 സ്ഥലങ്ങളിൽ. ഇത് 3ഉം 7 സ്ഥലങ്ങളിൽ നൂനിനെ കളയുകയും ചെയ്യുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഉണ്ട്. താഴെ കൊടുത്ത മുളാരിയായ ക്രിയകൾക്ക് മുമ്പിൽ നിരോധനത്തിൻ്റെ ലാ, മറ്റേ നെഗറ്റീവിൻ്റെ ലാ അല്ല കേട്ടോ, നിരോധനത്തിൻ്റെ ലാ ചേർത്ത് അർത്ഥം എഴുതണം. യക്കിദിബൂന ഉണ്ടോ, അതിൻ്റെ പാസ്റ്റ് ടെൻസിൻ്റെ അർത്ഥം, ഏതൊരു ക്രിയ കിട്ടിയാലും പാസ്റ്റ് ടെൻസിലേക്കാണ് നമ്മൾ പോകേണ്ടത്, എന്നിട്ടാണ് അർത്ഥം തീരുമാനിക്കേണ്ടത്. കദിബ എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞു എന്നാണ്. അപ്പോൾ യക്കിദിബൂന എന്താണ്? പ്രസൻറ്റ് ടെൻസ് ആണ്, പിന്നെ മേൽ പ്ലൂറലാണ്. യക്കിദിബൂന, അവർ കളവ് പറയുന്നു എന്നാണ്. അത് നിങ്ങൾ ലാ വെച്ചിട്ട് അതിനെ മാറ്റണം. അതിൻ്റെ അർത്ഥത്തിൽ വരുന്ന അർത്ഥം മാറ്റണം. അപ്പോൾ ആ ക്രിയൻ്റെ അവസാനത്തിൽ വരുന്ന ചേഞ്ചസും നിങ്ങൾ വെക്കണം. തെഷിറബിന എന്നാണ് അതിൻ്റെ പാസ്റ്റൻസ്. ഷെരിബ, കുടിച്ചു എന്നാണ്. ആ പാസ്റ്റൻസിൻ്റെ അർത്ഥം മാത്രമേ ഞാൻ പറയുള്ളൂ, മറ്റേ അർത്ഥം നിങ്ങളത് മനസ്സിലാക്കി എഴുതണം. യഫ്തഹിന, ഫതഹ, തുറന്നു. അതിന് വന്ന ചേഞ്ചസ് ഏതാണ്? അത് ഏത് ഫോമാണ്? ഫസ്റ്റ് പേഴ്സണാണ്, സെക്കൻഡ് പേഴ്സണാണ്, ഫസ്റ്റ് പേഴ്സൺ അതിലുണ്ടാവില്ല. സെക്കൻഡാണോ തേർഡാണോ മനസ്സിലാക്കണം. മെയിലാണോ ഫീമെയിലാണോ സിംഗുലറാണോ പ്ലൂറലാണോ മനസ്സിലാക്കിയാൽ അർത്ഥം പറയണം. തദ്ഹബീന, ദഹബയാണ് ക്രിയ, പോയി എന്നാണ്. അതും ഇതേമാതിരി ഏത് ഫോമാണ് ക്രിയൻ്റെ എന്ന് മനസ്സിലാക്കി അർത്ഥം പറയാം. മുമ്പിൽ ലാ വെക്കുക. അത് വെക്കുമ്പോൾ അർത്ഥത്തിലുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ സീരിയസ് ആയിട്ട് അത് ചെയ്ത് പഠിക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് നമ്പർ 22-ലെ ഹോംവർക്കിൻ്റെ മീനിങ് താഴെ കൊടുത്തിരിക്കുന്ന ആൻസർ താഴെ കൊടുത്തിരിക്കുന്ന മുളാരിയായ ക്രിയകൾക്ക് മുമ്പിൽ ലം എന്ന അവ്യയം ചേർത്ത് അർത്ഥം എഴുതണമെന്നാണ്.
യഖ്റഉ അവൻ വായിക്കുന്നു. ലം വെക്കുമ്പോൾ യഖ്റഉ എന്നുള്ളത് യഖ്റ സുക്കൂനാവും. ലം യഖ്റ. അപ്പോൾ അർത്ഥം എന്താ? പാസ്റ്റ് നെഗറ്റീവ് ആവും. അവൻ വായിച്ചിട്ടില്ല. 2 യക്തുബുന. യക്തുബുന യക്തുബന എന്താ? എഴുതുന്നു. എഴുതുന്നു. അത് ഇതാരാ എഴുതുന്നത്? യക്തുബുന എന്ന് പറഞ്ഞാൽ ആരാണ് എഴുതുന്നത്? അത് ഫീമെയിലാണ്, പ്ലൂറലാണ്, തേർഡ് പേഴ്സണാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അല്ലേ? അവർ സ്ത്രീകൾ എഴുതുന്നു എന്നാണ്. അപ്പോൾ അതിൽ ലം വെക്കുമ്പോൾ ലം യക്തുബുന. ലം യക്തുബുന. അപ്പോൾ ഫീമെയിലിൻ്റെ 2 ഫോമിൽ നൂന് പോവില്ല. ഫീമെയിൽ പ്ലൂരൽ തേർഡ് പേഴ്സണായാലും ഫീമെയിൽ പ്ലൂരൽ സെക്കൻഡ് പേഴ്സണായാലും അതിൻ്റെ അവസാനമുള്ള നൂനിനെ കളിയില്ല എന്ന് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ അങ്ങനെ അത് ലം യക്തുബുന എന്ന് തന്നെയാണ് എഴുതേണ്ടത്. അവർ സ്ത്രീകൾ എഴുതിയിട്ടില്ല. 3 തഷ്കുറൂന നിങ്ങൾ നന്ദി ചെയ്യുന്നു അല്ലേ? തഷ്കുറൂന നിങ്ങൾ നന്ദി ചെയ്യുന്നു. സെക്കൻഡ് പേഴ്സണാണ്, പുരുഷന്മാരാണ്. നിങ്ങൾ പുരുഷന്മാർ നന്ദി ചെയ്യുന്നു, പുരുഷന്മാരാണ്. ലം വെക്കുമ്പോൾ നൂനെ കളയും. ലം തഷ്കുറൂ നിങ്ങൾ പുരുഷന്മാർ നന്ദി ചെയ്തിട്ടില്ല. പാസ്റ്റ് നെഗറ്റീവാണ് മീനിങ്. 4 അഫ്തഹു ഞാൻ തുറക്കുന്നു. അപ്പോൾ എന്താ അർത്ഥം? ലം അഫ്തഹ് ഞാൻ തുറന്നിട്ടില്ല. ഞാൻ തുറന്നിട്ട് ഇല്ല എന്നാണ്. ഞാൻ തുറന്നിട്ടില്ല. 5 എൽ അബാനി അവർ 2 പുരുഷന്മാർ കളിക്കുന്നു. ലം എൽ അബാ അവർ 2 പുരുഷന്മാർ കളിച്ചിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുവാൻ, ഖുർആനിൻ്റെ ഗ്രാമർ, അറബി ഭാഷയുടെ ഗ്രാമർ പഠിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.